നമസ്കാരം. ഞാൻ ദിവ്യ ടി.ഡി. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്വദേശിനിയാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പഞ്ചഗവ്യത്തെക്കുറിച്ചാണ്. ഭാരതീയർ ഔഷധമായി കണക്കാക്കുന്ന ഒന്നാണ് പഞ്ചഗവ്യം. ഇത് ചെടികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ്. പ്രധാനമായും പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 വസ്തുക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അവ ചാണകം, ഗോമൂത്രം, പാല്, തൈര്, നെയ്യ് ഇവയാണ്. ഇവ കൂടാതെ ഏത്തപ്പഴം, ഇളനീര്, ശർക്കരയൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മനുഷ്യരിത് ഉപയോഗിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ആദ്യമായി പഞ്ചഗവ്യ കൃഷിക്ക് ഉപയോഗിക്കാമെന്നും ഇത് കൃഷിക്ക് വളരെ ഉപകാരപ്രദമാണെന്നും കണ്ടെത്തിയത് തമിഴ്നാട്ടിലെ കൊടുമുടി എന്ന് പറയുന്ന സ്ഥലത്തെ നടരാജൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. അദ്ദേഹം ഇത് കണ്ടെത്തിയതിനു ശേഷം പഞ്ചഗവ്യ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. പ്രധാനമായും സസ്യങ്ങളുടെ വളർച്ചയ്ക്കും കീടനിയന്ത്രണത്തിനും രോഗപ്രതിരോധ ശേഷിക്കുമാണ് ഇത് ഉപയോഗിക്കുന്നത്. വേദങ്ങളിലും പഞ്ചഗവ്യ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പറയാൻ കാരണം പണ്ട് മുതലേ കൃഷിയിൽ പഞ്ചഗവ്യ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ മനുഷ്യരിൽ ഇത് ബുദ്ധിക്കും ഉണർവിനും ശരീരശുദ്ധിക്കുമാണ് ഉപയോഗിച്ചു വരുന്നത്. നെല്ല്, പൂച്ചെടി, പച്ചക്കറികൾ, വാഴ, വാനില തുടങ്ങിയ ഒട്ടുമിക്ക ചെടികളിലും ഇത് ഉപയോഗിച്ചു വരുന്നു. പച്ചക്കറികൾ ഇത് ഉപയോഗിക്കുമ്പോൾ വേഗത്തിൽ പൂവിടുകയും കായ്ഫലം നൽകുകയും ചെയ്യുന്നു. കൂടാതെ കുമിൾ രോഗങ്ങൾക്കും വാഴയുടെ കൂമ്പൊടിച്ചിലും തെങ്ങിന്റെ മണ്ടരി രോഗത്തിന് വരെ ഇത് ഉപയോഗിച്ചു വരുന്നു. നെല്ല് പൂക്കുന്നതിന് മുൻപ് വരെ നമുക്ക് പഞ്ചഗവ്യ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനാവശ്യമായ വസ്തുക്കൾ: ചാണകം 500 ഗ്രാം, ഗോമൂത്രം 200 ml, പാല് 100 ml, തൈര് 100 ml, നെയ്യ് 100 ml. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൺകലമോ പ്ലാസ്റ്റിക് പാത്രമോ ഇതിനായി ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൺകലമാണ്. എടുത്തു വച്ചിരിക്കുന്ന ചാണകത്തിലേക്ക് നെയ്യ് ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക. നാടൻ പശുവിൻ്റെ ചാണകമാണ് പഞ്ചഗവ്യത്തിന് കൂടുതൽ ഉത്തമം. ഇവ നന്നായി യോജിച്ച ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇത് കെട്ടിവെക്കേണ്ടതാണ്. ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഇതിലേക്ക് ഗോമൂത്രം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഗോമൂത്രവും ചാണകവും നന്നായി യോജിച്ച ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് വീണ്ടും ഇത് കെട്ടിവെക്കേണ്ടതാണ്. പതിനഞ്ചാം ദിവസം ഇതിലേക്ക് പാലും തൈരും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ആദ്യം പാല് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇവ നന്നായി യോജിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കി കെട്ടിവെക്കുക. ദിവസം കൊണ്ട് തയ്യാറാക്കിയ പഞ്ചഗവ്യമാണിത്. പഞ്ചഗവ്യം ഉപയോഗിക്കുമ്പോൾ പച്ചക്കറികളുടെ വിളവ് 20% വരെ വർദ്ധിക്കുന്നതായി കാണപ്പെടുന്നു. കൂടാതെ വെള്ളരി വർഗ്ഗ വിളകളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥ വിളവിനേക്കാൾ 2 മടങ്ങ് വരെ കൂടുതൽ വിളവ് ലഭിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നത് മൂലം പച്ചക്കറികൾ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നു. പച്ചക്കറികളുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനും ഇതുമൂലം സാധിക്കുന്നു. പഞ്ചഗവ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ബാക്ടീരിയ ഫ്രീ ആയിരിക്കണം. പിന്നെ എന്നും രാവിലെയും വൈകിട്ടും 2 മിനിറ്റോളം പഞ്ചഗവ്യ നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. തണലത്താണ് പഞ്ചഗവ്യ സൂക്ഷിക്കേണ്ടത്. 6 മാസം വരെ നമുക്ക് പഞ്ചഗവ്യ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിന് 30 ലിറ്റർ ഒരേക്കറിനും തെങ്ങിനാണെങ്കിൽ ഒരു തെങ്ങിന് 1 ലിറ്റർ എന്ന കണക്കിനും വാഴയ്ക്ക് 100 ml പച്ചക്കറികൾക്ക് 20 മടങ്ങ് വെള്ളം ചേർത്തും പഞ്ചഗവ്യ ഉപയോഗിക്കാവുന്നതാണ്. 15 ദിവസത്തിലൊരിക്കൽ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയോ തളിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. സ്പ്രേയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
കെമിക്കൽസ് അതിന് മുമ്പ് സ്പ്രേയറിൽ എടുത്തിട്ടില്ല നമ്മൾ ഉറപ്പുവരുത്തണം. പഞ്ചഗവ്യം ഒരേ സമയം വളർച്ച വർദ്ധിപ്പിക്കുന്ന ജൈവ ഹോർമോണായും കീടങ്ങളെ പ്രതിരോധിക്കുന്ന കീടനാശിനിയായും നമ്മൾ ഉപയോഗിച്ച് വരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.